നീറ്റ് 2025 എക്സാമിനേഷനിലേക്ക് ഇനിയുള്ള 90 ദിവസം നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഏതാണ് ആ രണ്ട് കാര്യം എന്നുള്ളത് ഈ വീഡിയോക്ക് അവസാന ഭാഗത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്കറിയാം നമ്മളെ നീറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ച് പഴയ കോവിഡിന് മുന്നേ ഉള്ള ഒരു പാറ്റേൺ അല്ലേ, ക്വസ്റ്റ്യൻ 200 ക്വസ്റ്റ്യന് പകരം നമ്മൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് 180 ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അതായത് 3 മണിക്കൂർ എക്സാമിനേഷൻ പഴയ പോലെ ആക്കിയിട്ടുണ്ട്. തികച്ചും നമുക്കറിയാം 720 ഈ ഒരു എക്സാമിനേഷനിൽ തികച്ചും ഒരു സേഫസ്റ്റ് സ്കോർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 650 തന്നെയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഒരു 90 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സേഫസ്റ്റ് സ്കോറിലേക്ക് എത്താൻ നമുക്ക് കഴിയുക? ഏതൊരു സാധാരണക്കാരനും ഇനിയുള്ള സമയത്തിൽ നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് നമ്മൾ 650 എത്തുക? നമുക്കറിയാം തികച്ചും നമ്മൾ ഫിസിക്സ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 160, കെമിസ്ട്രിയിലും ഒരു 160, ബയോളജി നമുക്കറിയാം പക്ക NCERT ലൈൻ ബൈ ലൈനാണ് ബയോളജിക്ക് ചോദിക്കാറ്. സുവോളജി, ബോട്ടണി ഈ ഒരു സ്കോറിലേക്ക് എത്തിയാലാണ് നമുക്ക് 650 എന്നുള്ള ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. സോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്സ് സബ്ജക്റ്റ് എൻ്റെ മക്കൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് ഈസി ടോപ്പിക് നിങ്ങൾ മാർച്ചിന് മുന്നോടിയായിട്ട് മാർച്ച് അവസാനത്തോടു കൂടി നമ്മളെ ടോപ്പിക്സ് കംപ്ലീറ്റ് നിങ്ങൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവസാനം ഒരു ഫൈനൽ മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങൾ ഏപ്രിൽ മാസത്തിലേക്ക് നിങ്ങൾ കിടക്കുമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫിസിക്സിൽ എൻ്റെ മക്കൾ ഈസി ടോപ്പിക്സ് വേണം ആദ്യം ഈ ഒരു സമയത്ത് കവർ ചെയ്തെടുക്കാൻ. ഈസി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മോഡറേറ്റ് ടോപ്പിക്കിലേക്കും ഡിഫിക്കൽട്ടി ടോപ്പിക്കിലേക്ക് നിങ്ങൾ ചെന്നാൽ മതി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് NCERT ബയോളജിനെ പോലെ ലൈൻ ബൈ ലൈൻ വായിക്കണമെന്ന് ചോദിച്ചാൽ തികച്ചും വേണ്ട. കാരണം മാക്സിമം 4-5 ക്വസ്റ്റ്യൻ ആണ് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് വായിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത്. സോ NCERT നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് അത് റിലേറ്റഡ് ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതുപോലെ കെമിസ്ട്രി സബ്ജക്റ്റിലേക്ക് പോയാലും നമുക്കറിയാം നിങ്ങൾ ബയോളജി പോലെ വായിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇനോർഗാനിക് കേസിൽ. അതുപോലെ ഓർഗാനിക് ചെയ്യുമ്പോൾ നിങ്ങൾ NCERT മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ചെയ്യുന്ന സമയത്തും ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. NCERTക്ക് വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ് അല്ലെ. ബയോളജിന്റെ കേസിൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ലൈൻ ബൈ ലൈൻ എന്നാണ് പറയുക. NCERT ലൈൻ ബൈ ലൈൻ. പിന്നെ നിങ്ങൾ NCERTയിലുള്ള MCQs മാത്രം ചെയ്തു പഠിക്കുക. NCERTയിലുള്ള MCQs മനസ്സിലായോ എന്താണെന്നുള്ളത്? ദാറ്റ് ഈസ് NCERT റിലേറ്റഡ് MCQs മാത്രം, ഔട്ട് ഓഫ് NCERT നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. സമ്മറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നല്ലേ. അതായത് ഒരുപാട് സമയം പഠിക്കുന്നതിലല്ല, എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കുന്നതില്ല കാര്യം. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. ഈ ഒരു കാര്യം വേണം ഇനിയുള്ള 90 ദിവസം എൻ്റെ മക്കൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുപോലെ രണ്ടാമത്തെ കാര്യം, റിപ്പീറ്റഡ് റിവിഷൻ ഫോളോ ചെയ്യുക. എന്താണ് റിപ്പീറ്റഡ് റിവിഷൻ? ഓരോ 5 നിങ്ങളിപ്പം ഒരു ഉദാഹരണം സാറ് പറയുകയാണെങ്കിൽ 5 ചാപ്റ്റർ എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം 5 പഠിച്ച ടോപ്പിക്സ് ഇല്ലേ, 5 ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, ആ 5 ചാപ്റ്റർ ഒരുമിച്ച് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറിൽ മറച്ച് നോക്കിയതിന് ശേഷം ആ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുക. അപ്പം 80ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ 79 ചാപ്റ്റർ 1 മണിക്കൂർ സമയം കൊണ്ട് ജസ്റ്റ് മറച്ച് നോക്കിയിട്ട് വേണം 80ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കാൻ. ദാറ്റ് ഈസ് റിപ്പീറ്റഡ് റിവിഷൻ. ഈ ഒരു 2 കീ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഈ ഒരു അവസാന നിമിഷം എന്താണോ നിങ്ങളെ സ്വപ്നം അല്ലെ, നിങ്ങളെ യാഥാർത്ഥ്യമാവാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സോ അതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ 2 കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു സമയത്ത് ഫോളോ ചെയ്യേണ്ടത്. സോ നിങ്ങളെ ആഗ്രഹത്തിലേക്ക് അല്ലെ ഡോക്ടർ എന്നുള്ള ഒരു പ്രിഫിക്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. സോ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.